ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു ക്ലോസ് ഫേസാണ്. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരയ്ക്കുന്നതാണ്. ഇത് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പൃഥ്വിരാജിൻ്റെ ഒരു ചെറിയൊരു പിക്കാണ് ഞാൻ വരയ്ക്കുന്നത്. എനിക്കിപ്പോൾ ആ സിനിമയെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നത്, ആ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ബിജു മേനോൻ്റെ തന്നെയായിരുന്നു. അത് നമ്മൾ ഓർപ്പിക്കണേ, ആരും മോശമല്ല എന്നുള്ള ഒരു ലഹരി കയറിയ വാശി എന്ന് പറയാം. ഇതിൽ മെയിനായിട്ട് സൈലൻറ്റും പിന്നെ വാശിയും തമ്മിലുള്ള ഒരു മത്സരം പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഓക്കെ, ഞാൻ നമ്മുടെ ഫസ്റ്റ് വേർഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് തുടങ്ങണതാണ്. പി ഫോർ പ്രാക്ടീസ്. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു വേർഡ് ബിസി എന്നുള്ള ഒരു വേർഡാണ്. ഈ ബിസി എന്നുള്ള വാക്ക് വളരെ അധികം കണക്റ്റായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പാരലായിട്ട് നിൽക്കുന്ന ഒരു വേർഡാണ് ടൈം എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 3 വയസ്സ് തൊട്ട് തന്നെ പിള്ളേർ തിരക്കിലേക്ക് പതുക്കെ കാലെടുത്ത് വെക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേർഡ് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റായിട്ട് നിൽക്കുന്നത് വർക്കായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ഈ ബിസി എന്നുള്ള വേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫേസ് ഉണ്ട് ഇതിന്. ഒന്ന് പോസിറ്റീവും ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവും പാരലായിട്ട് വരുന്ന ഒരു വേർഡാണിത്. ഇന്നത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഈ സാഡ്നെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നുള്ള വാക്കുകളൊക്കെ ഓവർകം ചെയ്യാനോ, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് കടന്നു പോകാൻ വേണ്ടി ബിസി ആവാനാണ് മാക്സിമം ആൾക്കാർ ശ്രമിക്കാറുള്ളത്. അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ്. നമ്മൾ തിരക്കിലൂടെ നമ്മുടെ ലൈഫിൽ ലൈവായിട്ട് കടന്നുപോയ വിഷമങ്ങളോ ഇല്ലെങ്കിൽ ഭയങ്കര കഠിനമായ പെയിനോ അതൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ മടക്കി നമ്മുടെ മെമ്മറിയിലേക്ക് വയ്ക്കാൻ സഹായിക്കുന്ന ഒരു വാക്കാണ് ബിസി എന്ന്. ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ വാക്ക് ബിസി എന്നുള്ളത്. ഈ വാക്ക് നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യണത് എനിക്ക് തോന്നുന്നത്, കണ്ടമാനം തിരക്കിലേക്ക് വീണിട്ടും അതിനൊത്ത ഒരു പ്രതിഫലം നമ്മുടെ കയ്യിലേക്ക് വരാതിരിക്കുമ്പോഴാണ് ഈ വേർഡിനൊരു ചെറിയ നെഗറ്റിവിറ്റി കയറി വരുന്നത്. നമ്മുടെ ഉള്ളുകൊണ്ട് ഈ ഒരു വേർഡിനെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഹെർട്ടിങ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഈ വാക്കിനെ കണ്ടമാനമായിട്ട് സ്നേഹിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് വരുന്ന മൂമെൻറ്റ്സുകൾ അത് നമ്മളിൽ നിന്നും കുറേയൊക്കെ വിട്ടുപോകാൻ ചാൻസസ് കൂടുതലാണ്. അത് പിന്നീട് ഒരിക്കലും നമുക്ക് അത് തിരിച്ച് കിട്ടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ പലപ്പോഴും തോന്നിയേക്കുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മളൊരു ഭയങ്കര ഒരു തിരക്കിലേക്ക് വർക്കിൻ്റെ കാര്യത്തിന് വീണു. കുറച്ച് നാളത്തേക്ക് നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അതിൽ നിന്ന് വിട്ട് ഒരു തീരെ തിരക്കില്ലാത്തൊരു മൂഡിലേക്ക് നമ്മൾ കുറച്ച് നേരം മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഭയങ്കര തിരക്കോടെ നമ്മൾ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു റിട്ടയർമെൻറ്റ് കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഈ തിരക്കുകളൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. നമുക്ക് കിട്ടിയ ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസുകളുടെ വാല്യൂ ഒക്കെ കുറഞ്ഞു തുടങ്ങും. പിന്നീട് നമ്മൾ ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു പ്രൈവറ്റ് ലൈഫിലേക്ക് നമ്മൾ പോകാൻ ചാൻസസ് കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ മെൻ്റലിയും അതുകൂടാതെ ഫിസിക്കലിയും നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകാൻ കൂടുതൽ ചാൻസസ് ഉള്ളതാണ്. ഇതിൽ വേറൊരു ടൈപ്പ് തിരക്കും കൂടി ഉണ്ട്. അതായത് ആ വ്യക്തിയിൽ തന്നെ തിരക്കുണ്ടാക്കുന്ന ഒരു പരിപാടി. അതായത് ആ പുറത്തേക്ക് ആർക്കും ആ ഒരു തിരക്ക് പോണില്ല, ആ വ്യക്തിയിൽ തന്നെ തിരക്കുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര നമുക്ക് നല്ലൊരു
എനർജി കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ വർക്കിലായാലും ശരി, സ്റ്റഡീസിലായാലും. ഇപ്പോൾ ഗവൺമെൻറ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആ തിരക്കിലേക്ക് പോവുകയാണെങ്കിൽ, തിരക്കിലേക്ക് പോകുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈം മുഴുവനും തിരക്കിൽ അല്ലെങ്കിൽ ബിസി ആവുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയാണ്, ആ വ്യക്തിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കും. നേരെ മറിച്ച് അതേപോലെ വർക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ വർക്കിനോടാണ് നമ്മൾ ഫോക്കസിങ് കൂടുതൽ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാൻ നാളെ പറയാം, നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കൂടുതൽ ക്ലയൻറ്റ്സ് നമ്മുടെ ലിസ്റ്റിലേക്ക് കയറി വരാൻ ചാൻസസ് കൂടുതലാണ്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താ പറയുക, അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യണം. അത് പുറത്തൊരാൾക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടി നമ്മൾ മാക്സിമം ടൈം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബിസി ആകുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ബെനിഫിറ്റും ഫുൾ ക്രെഡിറ്റും ആ വ്യക്തിക്ക് തന്നെ പോകുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലത് കയറി വരാൻ വേണ്ടി തിരക്കാവുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.